കേണൽ എസ് ഡിനി, ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും, എന്തുകൊണ്ട് അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ്. താങ്കളുടെ ടേക്ക് എന്താണ് ഇതിൽ? ഈ പരിമിതികൾ നമുക്കറിയാം, അതിൽ ഏറ്റവും വലിയ പരിമിതി എന്നുള്ളത് ഗംഗാവലി പുഴയുടെ ഒരു പ്രത്യേകത, അത് പശ്ചിമഘട്ടത്തിൽ നിന്ന് നേരെ താഴേക്ക് പതിക്കുന്നതിനാണ്. അതിൽ ഉറവയുണ്ട്, കൂടാതെ ഒട്ടേറെ വെള്ളച്ചാട്ടങ്ങളുണ്ട്, വലിയ അടിയൊഴുക്ക്, ഇതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ്. കൂടാതെ ഇപ്പോൾ ശക്തമായി മഴ പെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇനി വരുന്ന ദിവസങ്ങളിലും 21 ദിവസവും ശക്തമായ മഴയായിരിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ കാലാവസ്ഥ എന്നുള്ളത് നമ്മളുടെ കയ്യിലുള്ളതല്ല, അത് ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോഴും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് മന്ത്രി പറയുമ്പോൾ എന്താണ്, അങ്ങനെയുള്ള സാധ്യതകൾ ഇനിയും അവശേഷിക്കുന്നുണ്ടോ കേണൽ ഡിന്നി? മാഡം, ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇന്ന് 6:30 അല്ലെങ്കിൽ 7 മണിക്കോ അവരുടെ ഒരു യോഗം ചേർന്ന് കഴിഞ്ഞിട്ട് അവര് പ്രസ് റിലീസ് അല്ലെങ്കിൽ അവർ അറിയിക്കുമെന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെ ഓപ്പറേഷൻ നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം കൺഫർമേഷൻ ആയിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ പരിമിതികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ പരിമിതികൾ ഉണ്ട്. ആ പരിമിതികൾ നമുക്ക് എല്ലാവർക്കും വെളിയിൽ നിന്ന് കമന്റ് ചെയ്യാമെങ്കിലും അവിടെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരാണ് അതിന്റെ ഫൈനൽ വേർഡ്. അതായത് അവര് എങ്ങനെയാണോ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിലൂടെ നമുക്ക് കൂടെ പോകാനേ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കൂ. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഒരു തെറ്റായ രീതിയിലേക്ക് ഓപ്പറേഷൻ പോയത് ഇതേ ഓപ്പറേഷനിൽ നമ്മൾ കണ്ടതാണ്. വെളിയിൽ നിന്നുള്ള എക്സ്റ്റേണൽ പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ ആ ദൗത്യസേനയ്ക്ക് തെറ്റാം. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ആദ്യത്തെ ഒരു 3-4 ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു ഈ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അതുകൊണ്ട് എന്റെ ഒരു വലിയ ഒരു അസസ്മെന്റിൽ ഗ്രൗണ്ടിൽ ആ DC, മറ്റ് അവിടുത്തെ SDRF, പിന്നെ നേവി, അവരെല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും ഒരു തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം എന്താണോ ആ തീരുമാനത്തിൽ നമുക്ക് എല്ലാവരും അതിനെ റെസ്പെക്ട് ചെയ്യണം. കാരണം അവരെല്ലാവരും പൊളിറ്റിക്സ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരു ഓപ്പറേഷൻ തന്നെയാണ്. ആദ്യത്തെ 2 ദിവസം, അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ആദ്യത്തെ 2 ദിവസം അവർ വേണ്ട രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ചെയ്തില്ല എന്നുള്ള ആ വിമർശനവും ആ ഒരു ഒബ്സർവേഷൻ ഇപ്പോഴും നിലനിർത്തി തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു ലാസ്റ്റ് ഒരു 6 ദിവസമായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തു എന്ന് തന്നെ നമ്മളെപ്പോലെ ഒരാൾ പുറത്തു നിന്നുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ ഡിസിഷൻ, ഇപ്പം ഈ കാലാവസ്ഥയെ കുറിച്ച് മാഡം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പുഴയുടെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 6 to 8 സർഫേസിൽ. ശ്രീ ഈശ്വർ മൽപെ അദ്ദേഹം താഴെ പോയപ്പോൾ അതിലും കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വിസിബിലിറ്റി 0 ആണ്, ഒന്നും കാണാൻ പറ്റത്തില്ല, ഇരുട്ടിലേക്ക് ഇറങ്ങുന്ന പോലാണെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അപ്പൊ ഇന്ന് പോയപ്പോൾ പോലും അതിനകത്ത് താഴെ ട്രക്കിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ട്രക്കിന്റെ മുകളിൽ മണ്ണും കല്ലും അതുപോലെ തന്നെ വീടിന്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ വലിയ മരങ്ങളും ഒക്കെ വന്ന് കടന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു അസാധ്യ ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാലാവസ്ഥ ഇങ്ങനെ ഒരെണ്ണമായതും അതുപോലെ തന്നെ ഒരു മണ്ണ് ഈ ഒഴുക്ക് കാരണം ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പം ഇതിൽ കൂടുതൽ അവർക്ക് ചെയ്യാൻ സാധിക്കോ ഇല്ലയോ എന്നുള്ളത് ഒരു ഡിസിഷൻ അവരാണ് എടുക്കേണ്ടുള്ളത്. കാരണം അങ്ങനെ എടുത്ത ഡിസിഷന്റെ ബേസിലായിരിക്കും അവരുടെ പോലും ജീവന്റെ ഒരു റിസ്ക് അവിടെ വരുന്നത്. കാരണം അതെ, അത് ശരിയാണ്. പക്ഷേ കേണൽ ഡിന്നി, ഇപ്പോൾ ഇതിൽ ഫ്ലോട്ടിംഗ് പോൺടൂൺ എന്നൊരു ഉപകരണത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് നിലവിലെ സാഹചര്യത്തിൽ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായും ഉപകാരപ്രദമാകും എന്ന തരത്തിലേക്കായിരുന്നു. നമുക്കതിൻ്റെ സാങ്കേതികതയൊന്നും അറിയില്ല, പക്ഷേ അത് ഉപകരിക്കും എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് വന്നത്. അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. താങ്കൾക്കൊരു പക്ഷേ അതേപ്പറ്റി കൂടുതൽ അറിയാമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മാം, വേറെ ഓപ്ഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഒന്ന് ക്രെയിൻ മൗണ്ടഡ് ബാർജ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതുപോലെ തന്നെ ഈ പോണ്ടൂൺ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൊണ്ടുവരുന്നെങ്കിൽ മറ്റ് കൺസിഡറേഷൻസ് കൂടെ ഉണ്ട്. അതായത് 2 ബ്രിഡ്ജ് ഉണ്ട്. ആ 2 ബ്രിഡ്ജിന്റെയും ആ ബ്രിഡ്ജിന്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ചില സമയത്ത് അത് കൊണ്ടുവരാനുള്ള ചില ഇങ്ങനത്തെ എക്യുപ്മെന്റ്സ് കൊണ്ടുവരാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓൺ ഗ്രൗണ്ട് ചെന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റൂ. പക്ഷെ ഇപ്പോഴത്തെ അതായത് അവിടുത്തെ MLA പറഞ്ഞ മനസ്സിലാക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആ ഒരു എക്യുപ്മെന്റ് കൊണ്ടുവരാനോ അതും ബൈ റോഡ് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ബാക്കിയുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ തന്നെയും അത് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് തന്നെയാണ് എന്റെയും ഒരു അഭിപ്രായം. പക്ഷെ അതിന് സമയമെടുക്കുകയാണെങ്കിൽ അതൊരു ഓപ്പറേഷൻ തീർന്നു അല്ലെങ്കിൽ ഓപ്പറേഷൻ നിർത്തുന്നു എന്നുള്ള ഒരു രീതിയിലേക്കൊരു മാറ്റാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ ഒരു വെളിയിൽ നിന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുന്ന ആളെന്നും നിലയിൽ നമുക്ക് പറയാൻ സാധിക്കാതെ. കാരണം അതായിരിക്കും ഹെൽപ്ഫുൾ.
അതെ, മറ്റത് ഇപ്പൊ നിലവില് അൺനെസസറി ഈ പൊളിറ്റിക്കൽ പ്രഷർ. കാലാവസ്ഥയുടെ ഒരു കാര്യമാണ് MLA ഇപ്പോൾ പറയുമ്പോൾ എടുത്തു പറയുന്നത്. നിലവിലെ കാലാവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടെ നമുക്കറിയാം ഈ അടിയൊഴുക്ക് എന്നൊക്കെയുള്ളതാണ് ഏറ്റവും ദുർഘടമായി മാറിയിട്ടുള്ളതും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സമാകുന്നതും. അവിടെയാണ് ഇത്തരം സാങ്കേതിക കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ചോദ്യം കേരളം ഉന്നയിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ടഗ് ബോട്ടിന്റെ കാര്യം പറയുന്നു, അതും കൊണ്ടുവന്നിട്ടില്ല. ഡ്രെഡ്ജിങ്ങിന് പാലം തടസ്സമാണ് എങ്കിൽ പോലും അത് പരിഹരിക്കാമെന്നൊക്കെയുള്ള ഉറപ്പായിരുന്നു യോഗത്തിൽ കർണാടകം നൽകിയിട്ടുള്ളത്. എന്നാൽ അതും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു പാതി വഴിക്ക് നിർത്തിവെക്കുകയാണോ എന്നൊരു സംശയം ന്യായമല്ലേ കേണൽ ഡിനി? തീർച്ചയായും മാം. പക്ഷെ ഞാൻ എന്റെ ഒരു സബ്മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് വൈകിട്ട് 6:30-7 മണി വരെ അവരുടെ ഫൈനൽ ആയിട്ട് ഒരു പ്രസ് റിലീസ് പുറത്തു വരും. ആ അതെ. പ്രസ് റിലീസ് പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു അസസ്മെന്റ് നമുക്ക് ചെയ്യാം. കാരണം ഞാൻ എന്തുകൊണ്ടാ കോഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ഒരു വെളിയിൽ നിന്നുള്ള എക്സ്റ്റേണൽ പ്രഷർ കാരണം തെറ്റായ രീതിയിലേക്കുള്ള ആ ഒരു ഓപ്പറേഷൻ പോകുന്നത് നമ്മൾ കണ്ടോണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് ഒരു ക്ലാരിറ്റി, അതായത് ഈ ലാക്ക് ഓഫ് ക്ലാരിറ്റി ആയിരുന്നു ഈ ഓപ്പറേഷന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഒരു പ്രോബ്ലം. അതായത് ഇൻഫർമേഷൻ കിട്ടുന്നില്ലായിരുന്നു. ഇൻഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ് നമ്മളെല്ലാം ഈ ഒരു സ്പെക്കുലേഷൻസിലേക്ക് അതായത് മാറുകയും ഇപ്പോൾ അങ്ങനെ ഇത് ഈ ധാരാളം ഇൻപുട്സ് നിർത്തിവെച്ചു കിട്ടി. എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള പല കാരണങ്ങളിൽ ചിലത് ഞാൻ പറയാം. തെരച്ചിൽ നിർത്തിയെന്ന് വിജിൻ MLA ആ സ്ഥലത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റൊന്ന്, അവിടെ നിന്ന് നമ്മളുടെ പ്രതിനിധികൾ നൽകുന്ന വിവരവും അങ്ങനെ തന്നെയാണ്. ഇന്നലെ മുതൽ തന്നെ അതിൻ്റെ സൂചനകൾ പുറത്തു വന്നിരുന്നു. കൂടാതെ ഇപ്പോൾ മാൽപ്പയുടെ ബൈറ്റുണ്ട്, അദ്ദേഹവും ഇത് തന്നെ പറയുന്നു. പിന്നെ അവിടെ നിന്ന് ടെൻ്റ് അഴിച്ചു മാറ്റുന്നു, മണ്ണുമാന്തി യന്ത്രം മാറ്റുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി കാണാൻ കഴിയുന്നുണ്ട്. MLAയുടെ പ്രതികരണവും നേരത്തെ ഏതാണ്ട് ആ തരത്തിലേക്ക് തന്നെയാണ്. ഇനി വരുന്ന 21 ദിവസത്തെ കാര്യമൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് നിർത്തിവെക്കുന്നു എന്ന് തന്നെയല്ലേ? അതാണ് നമ്മൾ ആ ഒരു ആംഗിളിലേക്ക് പോകുന്നത്. മനസ്സിലായി മാം. ഞാൻ പറയുന്നത് വെച്ചാൽ അവര് ഇത് നിർത്തിവെക്കുമ്പോൾ ഒരു കാരണവും കൂടെ പറയുമല്ലോ. തീർച്ചയായിട്ടും അർജുന്റെ കുടുംബം അറിയണമല്ലോ എന്താണ് എന്താണ് അടുത്ത കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് അവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു പ്രസ് റിലീസ് വരുമ്പം ഇത് താൽക്കാലികമായിട്ട് നിർത്തുകയാണോ, അതോ ഇതിന്റെ കൂടെ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഈ പരിമിതികൾ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ, അതല്ല ഇത് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണോ? ഇങ്ങനെയുള്ള കാര്യം അവർ ക്ലാരിഫൈ ചെയ്യണം. തീർച്ചയായിട്ടും ക്ലാരിഫൈ ചെയ്യണം. അത് അതെ. ചെയ്യും ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നമ്മുടെയൊക്കെ ഒരു വിമർശനം ഉണ്ടായിരുന്നത്. അതായത് ഈ ഓപ്പറേഷനിൽ ഒരു ക്ലാരിറ്റി എപ്പോഴും കൊടുക്കണം. ഒരു മീഡിയ ബ്രീഫിംഗ് എപ്പോഴും തരണം. പ്രത്യേകിച്ച് ആ കുടുംബത്തിന് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും അറിയണം എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് മാത്രമാണ് ഞാൻ എന്റെ ഒരു അസസ്മെന്റ്. അത് ആ ക്ലാരിറ്റി വരികയാണ്. നമ്മൾ ഇത് ഇന്ന കാര്യങ്ങളാണ് ഇനി ചെയ്യുന്നത്. പോണ്ടൂൺ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ടഗ് ബോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ബാർജ് ഓപ്പറേറ്റഡ് ക്രെയിൻ അതിന്റെ കൊണ്ടുവരാനുള്ള ശ്രമിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ബട്ട് യെസ്, ആസ് ഓഫ് നൗ നിങ്ങളെല്ലാം പറയുന്ന പോലെ, റിപ്പോർട്ടേഴ്സ് മാം എല്ലാം പറയുന്ന പോലെ, ചില ഇൻഡിക്കേഷൻസ് ഡെഫിനറ്റ്ലി ഒരു ടെമ്പററി ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതെ, ഇപ്പോൾ നമുക്കിതിൽ ഈ ട്രക്കിലേക്ക് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനുള്ള കാരണം തന്നെ കേണൽ ഡിന്നി, അതിൽ അർജുൻ ഉണ്ടോ എന്നുള്ള നമ്മളുടെ ആ ഒരു പ്രതീക്ഷ ഒക്കെ തന്നെയാണ് ട്രക്കിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അത് കൃത്യമായി ഇന്ന സ്ഥലത്തുണ്ട് എന്ന ഒരു വിവരം ആ സിഗ്നലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇന്നലെ മുതൽ മാൽപ്പയുടെ പരിശോധന നടന്നത്. മാൽപ്പെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വിദഗ്ധനാണ്. അദ്ദേഹം അങ്ങനെ ഒരു പരിശീലനമൊന്നും നേടിയ ആളൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ഒരുപാട് രക്ഷാദൗത്യങ്ങളിൽ ഏർപ്പെട്ടയാളാണ്. മൃതശരീരം ധാരാളം 200-ലേറെ മൃതശരീരം കണ്ടെടുത്തിട്ടുണ്ട്. കൂടാതെ 20-ലേറെ പേരെ ജീവനോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ദുരന്തമുഖത്ത് നിന്ന് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയോടെ തന്നെയാണ് അദ്ദേഹവും ഇറങ്ങിയത്.